ബജറ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ രണ്ട് വേണ്ടപ്പെട്ട പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരെ കോമാളികളാക്കി. വന്നിരിക്കുന്നു, എത്തി, ചീട്ട് മേടിച്ചോളൂ, കേറിക്കോളൂ, ചികിത്സിച്ചോളൂ, അതാ സ്റ്റെതസ്കോപ്പ് വെച്ച ഡോക്ടർമാർ അവിടെ നിൽക്കണു. ഇതൊക്കെയല്ലേ പറഞ്ഞത്. ആരോ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ഒരു തമിഴ് സിനിമയിലൊക്കെ ഇടയ്ക്ക് അഭിനയിച്ചിട്ടുള്ള ആളാണ്, ചെന്നൈയായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ആമാന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ ആമയ്ക്ക് വേണ്ടിയിട്ടൊരു പരിപാടി അവിടെ കൊടുത്തു, കടലാമാന്നും പറഞ്ഞിട്ട്. വയോധികനായിട്ടുള്ള ഈ ശ്രീധരനെ കോമാളിയാക്കി ഇവര്. ജോൺ ബ്രിട്ടാസ് എം പി റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. ഈ അതിവേഗ റെയിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അവഗണന നേരിട്ടു എന്ന് എംപിമാർ വിജയിച്ച വക്കിൽ പ്രതികരിച്ച് തൊട്ട് പിന്നാലെയാണ് അശ്വിനി വൈഷ്ണവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. അതിനകത്ത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു, അതിവേഗ റെയിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് വലിയ നിസ്സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഈ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിയാത്തതാണ് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ ഇതുപോലെ അവഹേളിക്കുന്ന ഒരു സമീപനം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ് അദ്ദേഹം തന്റെ പ്രസ്താവനയിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. മലയാളിക്ക് ഹൈസ്പീഡ് കോറിഡോറിൽ റെയിൽവേയിൽ പോകണമെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും പോയിട്ട് കയറിക്കൂടെ എന്നുള്ളതാണ്. ഒരു മലയാളിയെ ഇതുപോലെ അപമാനിച്ച ഒരു കേന്ദ്രമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? മലയാളിയെ അപമാനിച്ച കേന്ദ്രമന്ത്രി മലയാളിയെ അപമാനിച്ചു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ മലയാളിക്ക് ഹൈസ്പീഡ് കോറിഡോർ കിട്ടേണ്ടതാണ്, കൊടുത്തില്ല. കേരളം ഒരു നഗരമാണെന്ന് പറഞ്ഞത് ഈ സാമ്പത്തിക സർവേയാണ്, മറ്റാരുമല്ല. 15-20 വർഷമായിട്ട് ഒരു അതിവേഗ റെയിൽവേക്ക് വേണ്ടിയിട്ട് കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം സമർപ്പിച്ച പദ്ധതി തിരസ്കരിച്ചു, അതല്ലെങ്കിൽ അതിനു മുകളിൽ അടയിരിക്കുന്നു. വയോധികനായിട്ടുള്ള ഈ ശ്രീധരനെ കോമാളിയാക്കി ഇവര്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു ഹൈസ്പീഡ് റെയിൽവേ തന്നേക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവരെ വിശ്വസിച്ച് നാട്ടിൽ വന്നിട്ട് മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞു, ദാ വരാൻ പോകുന്നു, ഞാൻ പൊന്നാനിയിൽ ആഫീസ് തുറന്നു. അത് കഴിഞ്ഞ് ഇന്ന് റെയിൽവേ മന്ത്രാലയത്തിൽ ഇരുന്ന് മാധ്യമപ്രവർത്തകരോട് ഇതുപോലെ പുളിച്ച തമാശ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചർമ്മത്തിന്റെ കട്ടി കുറച്ച് അപാരമായിരിക്കും. അദ്ദേഹം മലയാളിയോട് മാപ്പ് പറയണം. അശ്വിനി വൈഷ്ണവിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം കടുപ്പിക്കാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ കേരളത്തിന് അർഹതപ്പെട്ട പദ്ധതി നൽകുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെ അവഹേളിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ കേരളത്തിലേക്ക് വരുന്നില്ലേ, ടൂറിസ്റ്റുകൾ. ഏറ്റവും കൂടുതൽ ആഭ്യന്തര ടൂറിസം വികസിച്ചിരിക്കുന്ന സംസ്ഥാനം കേരളമല്ലേ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ചിന്തിച്ചൂടെ? തമിഴിനും കർണാടകക്കാരനും ഗുജറാത്തിയും ഒറീസക്കാരനും അദ്ദേഹത്തിന്റെ സ്വദേശമായിട്ടുള്ള രാജസ്ഥാനികളൊക്കെ കേരളത്തിലേക്ക് വരുന്നില്ലേ? അവർക്ക് കേരളത്തിൽ വന്ന് ഈ പറയുന്ന വേഗ തീവണ്ടിയിൽ കയറിക്കൂടെ എന്ന് അദ്ദേഹത്തിന് ചിന്തിച്ചൂടെ? എന്നാൽ മലയാളി അവിടെ പോയി കയറണമെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത്? മലയാളിയുടെ ഉള്ള അവഹേളനമല്ലേ അദ്ദേഹം കാണിച്ചത്? ഒരു കേന്ദ്രമന്ത്രി ഇതുപോലുള്ളൊരു അവഹേളനം ഒരു സംസ്ഥാനത്തോടും ഒരു ജനതയോടും നടത്താൻ പാടുണ്ടോ? പാർലമെന്റിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുക? നാളെ മുതൽ അത് ആരംഭിക്കാനുള്ള നീക്കത്തിലേക്കാണോ? അല്ല, ഈ റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് കേരളത്തോടുള്ള ഈ സർക്കാരിന്റെ സമീപനത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ്, അതിന്റെ പ്രതിഫലനമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിന്റെ ഒരു പദ്ധതിക്കും കേരളത്തിന്റെ ഒരു ആവശ്യത്തിനും കൃത്യമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള അനുഭാവപൂർണമായിട്ടുള്ള പ്രതികരണം നൽകിയില്ല എന്ന് മാത്രമല്ല, കേരളത്തെ അവഹേളിക്കാൻ പോലും തയ്യാറായി എന്നുള്ളതാണ്. ഇന്നു മുതൽ പാർലമെന്റിൽ എന്തായിരിക്കും നീക്കം ഉണ്ടാവുക? തീർച്ചയായിട്ടും ഞങ്ങളിത് പ്രതിഷേധിക്കാൻ പോകണം. കാരണം ചിലപ്പോൾ നന്ദിപ്രമേയ ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ബജറ്റ് നടക്കും. ഈ രണ്ട് ചർച്ചകളിലും സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എയിംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം അത് പല പ്രതികരണങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ആലപ്പുഴയിൽ എയിംസ് വരും, അല്ലെങ്കിൽ കോഴിക്കോട് എവിടെയെങ്കിലും ഒരു എയിംസ് ഉറപ്പായും ഈ മന്ത്രിസഭ ഇറങ്ങുന്നതിന് മുമ്പ്. ഈ ബജറ്റിലും അത് ഉണ്ടായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോഴും സുരേഷ് ഗോപി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഈ ബജറ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ രണ്ട് വേണ്ടപ്പെട്ട പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരെ കോമാളികളാക്കി. ഒന്ന് സുരേഷ് ഗോപിനെയും നമ്മുടെ മെട്രോമോൻ ഈ ശ്രീധരനെയും. ഈ കൊടുംചതി ഈ പാവങ്ങളോട് വേണമായിരുന്നു. ഈ സുരേഷ് ഗോപി പരിഹാസമല്ല, ഇവരെ കോമാളികളാക്കല്ലേ ഇവർ ചെയ്തത്. സുരേഷ് ഗോപി എന്താ പറഞ്ഞ്? ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ്, കമ്പന്തേനി,
പൊള്ളാച്ചി ഇവിടെ വന്നിരിക്കുന്നു, ഇപ്പോൾ എത്തി, ചീട്ട് മേടിച്ചോളൂ, കയറിക്കോളൂ, ചികിത്സിച്ചോളൂ, അതാ സ്റ്റെതസ്കോപ്പ് വെച്ച ഡോക്ടർമാർ അവിടെ നിൽക്കണു. ഇതൊക്കെയല്ലേ പറഞ്ഞത്? ആ പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ കബളിപ്പിക്കേണ്ട കാര്യമുണ്ട്? അതുപോലെ ഈ മെട്രോമാൻ ഈ ശ്രീധരനെ 90-ാമത്തെ വയസ്സിലാമറ്റേ അദ്ദേഹം നിൽക്കുന്നത്. ആ പാവപ്പെട്ട മനുഷ്യൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഈ കൊങ്കൺ റെയിൽവേയൊക്കെ ഉണ്ടാക്കിയ സമയത്തുള്ള ഒരു ഭരണ സംസ്കാരമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. ഇവിടെ ഇരിക്കുന്നവന്മാരുടെ വാക്കും പഴയ ചാക്കും ഒന്നാണെന്നുള്ള കാര്യം ആ പാവപ്പെട്ട മനുഷ്യൻ അറിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ആഫീസ് തുറക്കാൻ പോവുകയാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ പൊന്നാനിയിലോ എവിടെയോ മറ്റ്. ഇങ്ങനെയൊക്കെ ഇവരെ കോമാളികളാക്കാൻ പാടുണ്ടോ ഒരു കേന്ദ്ര സർക്കാർ? എനിക്ക് യഥാർത്ഥത്തിൽ ഇവരോട് ഭയങ്കര അനുതാപവും ഒരു സഹതാപമാണ്. പണ്ട് ഈ പറഞ്ഞ പാർലമെന്റിൽ വെച്ചിട്ട് ഇദ്ദേഹം കേരളത്തിൽ ഈ തൃശ്ശൂർ MP ആയ ശേഷം ഇങ്ങനെ സർക്യൂട്ടുകൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ടൂറിസ്റ്റ് സർക്യൂട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല നിർമ്മലാ സീതാരാമൻ, നിങ്ങൾ ഈ സുരേഷ് ഗോപി ഇങ്ങനെ വല്ലാതെ അപമാനിച്ചിരിക്കുകയല്ലേ, ഒരു സർക്യൂട്ടെങ്കിലും കൊടുക്ക്. അപ്പോൾ സുരേഷ് ഗോപി എഴുന്നേറ്റ് വന്നു. അവിടെ പുള്ളി ഒരു കഥകളി മുദ്രയൊക്കെ വെച്ചിട്ടാണ് എഴുന്നേക്കുന്നത്. എന്നിട്ടെന്ത് പറഞ്ഞു? 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ബജറ്റ് വരുമല്ലോ. അത് കഴിഞ്ഞ് 4-ാമത്തെ ബജറ്റോ 5-ാമത്തെ ബജറ്റോ ആയിപ്പോ. ആ പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ മാറി ആവർത്തിച്ച് ഇങ്ങനെ കോമാളിയാക്കി മാറ്റേണ്ട വല്ല കാര്യവും ഈ കേന്ദ്ര സർക്കാരിനും BJPക്കുണ്ടോ? ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ഇവർക്കുണ്ടോന്നാണ് ഞാൻ നോക്കുന്നത്. സുരേഷ് ഗോപിക്കുണ്ടാവും. ആരോ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയോട് ആരോ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ഒരു തമിഴ് സിനിമയിലൊക്കെ ഇടയ്ക്ക് അഭിനയിച്ചിട്ടുള്ള ആളാണ്. ചെന്നൈയായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ, പോണ്ടിച്ചേരിയൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം ആമാന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ ആമയ്ക്ക് വേണ്ടിയിട്ടൊരു പരിപാടി അവിടെ കൊടുത്തു, കടലാമെന്നും പറഞ്ഞിട്ട്. പക്ഷേ കടലോളം പ്രതീക്ഷ കേരളത്തിന് കടലാമ മാത്രം. അതെ. യഥാർത്ഥത്തിൽ എനിക്ക് സഹതാവ് എന്ന കാരണം വെച്ചാൽ ഈ രണ്ടുപേരെ ഇങ്ങനെയൊന്നും ഇവരിങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഔട്ട് ഓഫ് ബോക്സ് ഒറ്റ കാര്യം കൂടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. CPIയുടെ സീറ്റ്, തൃശ്ശൂർ സീറ്റ്, മറ്റൊരു സീറ്റ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കൊടുക്കുന്നു. CPIMന്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂരിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോൺ ബ്രിട്ടാസ് വരുന്നു എന്നൊക്കെയുള്ള സജീവമായ ചർച്ച ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്ക് എന്തും എപ്പോഴും പറയാനും എഴുതാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു സംസ്ഥാനമല്ലേ കേരളം. അപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ സർഗാത്മകത ഇങ്ങനെ ചിറക് വിടർത്തി ഇങ്ങനെ പറക്കട്ടെ. ശരി, ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കലിൽ വെച്ചിട്ട് മത്സരിക്കുമോ? ശരി, ഓക്കെ, ശരി. പാർട്ടി പറഞ്ഞാൽ എന്റെ മോനെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല പിടിപ്പത് പണിയായിട്ട് ഇവിടെ തണുപ്പത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് നീ ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ശരി, ഓക്കെ. അതാണ് അതിവേഗ റെയിൽപാതയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയ പ്രതികരണത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് MP. മലയാളികളോടും കേരളത്തിനോടും കാണിച്ച അവഗണനയുടെ ഭാഗമായുള്ള പ്രതികരണമാണ് വീണ്ടും റെയിൽവേ മന്ത്രി നടത്തുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും പറയുമ്പോൾ സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ഈ ശ്രീധരനെയും പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് ജോൺ ബ്രിട്ടാസ് നടത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.